തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ വിശദമായ യോഗം ചേരണമെന്ന് KPCC തീരുമാനിച്ചിരുന്നു. അതിന് തീയതി നിശ്ചയിച്ചിട്ടില്ല എന്ന് മാത്രമേയുള്ളൂ. വിശദമായി യോഗം ചേർന്ന് എവിടെയൊക്കെയാണ് പോരായ്മകളെന്ന് പരിശോധിച്ച് അത് തിരുത്തി മുന്നോട്ട് പോകാനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് KPCC തീരുമാനിച്ചത്. KPCCയുടെ ഒരു അവലോകന യോഗം നടന്നിരുന്നു. ആ യോഗത്തിലാണ് ഈ തീരുമാനം വന്നത്. ആ അവലോകന യോഗത്തിൽ പ്രധാനമായും സ്ഥാനാർത്ഥികൾ അവരുടെ മണ്ഡലത്തെക്കുറിച്ചുള്ള അവരുടെ റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ആ ഘട്ടത്തിൽ തന്നെ പല പോരായ്മകളുമുണ്ട്, സംഘടനാ തലത്തിൽ പോരായ്മകളുണ്ട് എന്ന പരാതിയും ഉയർന്നിരുന്നു. പരാതി ഉയർത്തിയത് തൃശൂർ സ്ഥാനാർത്ഥിയായ K മുരളീധരനാണ്. അതോടൊപ്പം തന്നെ കോഴിക്കോട് സ്ഥാനാർത്ഥിയായ MK രാഘവനാണ്. അതോടൊപ്പം തന്നെ കാസർഗോഡ് സ്ഥാനാർത്ഥിയായ രാജ്മോഹൻ ഉണ്ണിത്താനും പരസ്യമായി തന്നെ അവരുടെ വിയോജിപ്പ്, സംഘടനാ തലത്തിലുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. സംഘടന നിശ്ചലമാണ്, ഒരു തരത്തിലും എവിടെയും പ്രവർത്തിച്ചിട്ടില്ല. 20-25% വരുന്ന ബൂത്തുകളിൽ പ്രവർത്തനമേ നടന്നിട്ടില്ല എന്ന് പറഞ്ഞത് അടൂർ പ്രകാശാണ്, ആറ്റിങ്ങൽ സ്ഥാനാർത്ഥി. അങ്ങനെ കോൺഗ്രസ് നിർജീവാവസ്ഥയിലാണ് എന്നും കോൺഗ്രസിന്റെ പ്രവർത്തനം വളരെ മോശമാണ് എന്നും കൃത്യമായും സ്ഥാനാർത്ഥികൾ പരാതിപ്പെട്ടിരുന്നു. ആ പരാതിക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ആ പരാതി പരിശോധിക്കേണ്ടതല്ലേ? ഇതുകൊണ്ടാണ് വീണ്ടും ഒരു അവലോകന യോഗം വിളിക്കണം. സംഘടനാ തലത്തിൽ എന്ന് വെച്ചാൽ DCC പ്രസിഡന്റുമാർ, ബ്ലോക്ക് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവരുടെ യോഗം വിളിച്ച് ഓരോ മണ്ഡലത്തിലും ബ്ലോക്കുകളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, അവിടെ വന്ന വീഴ്ചകൾ, DCC പ്രസിഡന്റുമാരുടെ യോഗത്തിൽ ആ ജില്ലയിൽ നടന്ന പ്രവർത്തനങ്ങൾ, അവിടെ വന്ന വീഴ്ചകളൊക്കെ ഒന്ന് വിശകലനം ചെയ്യണം എന്ന് തീരുമാനിച്ചിരുന്നു കോൺഗ്രസ്. പക്ഷേ അതിന് ആദ്യം KPCC പ്രസിഡന്റിന് അനുമതി നൽകിയിരുന്നില്ല. 2 ആഴ്ച മുമ്പ് തീയതി നിശ്ചയിച്ചതാണ്. ഒരു വ്യാഴാഴ്ചയായിരുന്നു തീയതി നിശ്ചയിച്ചത്. എന്നാൽ യോഗം വിളിക്കേണ്ടതില്ല, എല്ലാം വോട്ടെടുപ്പിന് ശേഷം മതി എന്ന തീരുമാനത്തിലേക്ക് AICC എത്തുകയും AICC അക്കാര്യം K സുധാകരനെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിനിടയിൽ മറ്റൊരു സംഭവം നടന്നു. ആ സംഭവം എന്നത് KPCC പ്രസിഡന്റിന്റെ ചുമതല MM ഹസനായിരുന്നു. വോട്ടെടുപ്പ് കഴിയുന്നത് വരെ ആണ് എന്നാണ് K സുധാകരൻ പറയുന്നത്. അതല്ല, ഇലക്ഷൻ കഴിയുന്നത് വരെയാണ് എന്നാണ് K സുധാകരന് വിരുദ്ധർ പറയുന്നത്. അങ്ങനെ K സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, ആ കസേരയിലേക്ക്, KPCC ഓഫീസിലേക്ക് തിരിച്ചു വരുന്നത് തടയാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തിയിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശനും അതോടൊപ്പം തന്നെ VD സതീശനെ അനുകൂലിക്കുന്നവരും MM ഹസൻ അടക്കമുള്ളവർ. MM ഹസനെ KPCC പ്രസിഡന്റ് സ്ഥാനം സ്ഥിരമായി ഏൽപ്പിക്കണം, ചുമതല സ്ഥിരമായി ഏൽപ്പിക്കണമെന്ന ധാരണയൊക്കെ രൂപപ്പെട്ടിരുന്നു നേതാക്കൾക്കിടയിൽ. എന്നാൽ K സുധാകരൻ അതെല്ലാം തള്ളിക്കളഞ്ഞ് വോട്ടെടുപ്പ് കഴിഞ്ഞു, KPCCയുടെ ചുമതല തിരിച്ചേൽപ്പിക്കണം എന്നാവശ്യപ്പെടുകയും കേന്ദ്രത്തിൽ AICCയിൽ വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തുകയും അവസാനം AICCക്ക് ഹൈക്കമാൻഡിന് ആ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വന്നു. അതല്ലെങ്കിൽ കോൺഗ്രസ് വിട്ടുപോകുമെന്നായിരുന്നു അദ്ദേഹം പ്രഖ്യാപിച്ചത്. പരസ്യമായി പറഞ്ഞില്ല, കോൺഗ്രസ് നേതാക്കളോട് പറഞ്ഞത് കോൺഗ്രസിൽ നിന്ന് ഞാൻ രാജിവെക്കും എന്നും. കാരണം ഇലക്ഷൻ നടക്കുകയാണ് ഉത്തരേന്ത്യയിൽ, ഇലക്ഷൻ പൂർണ്ണമായിട്ടില്ല, വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കേരളത്തിലെ KPCC പ്രസിഡന്റ് രാജിവെച്ചു എന്ന് വന്നാൽ അത് ദേശീയ തലത്തിൽ വലിയ വാർത്തയാകും. അതുകൊണ്ട് K സുധാകരന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുകയാണ് AICC ചെയ്തത്. അങ്ങനെ K സുധാകരൻ വീണ്ടും KPCCയുടെ പ്രസിഡന്റായി ചുമതലയേറ്റു. അതൊരു പിടിച്ചെടുക്കലായിരുന്നു. മുദ്രാവാക്യം വിളികളോടെ കണ്ണൂരിൽ നിന്ന് വന്ന അനുയായികളോടൊപ്പം KPCC ഓഫീസിൽ കയറി ചെന്ന് അധികാരത്തിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ കസേരയിൽ ഇരിക്കുകയാണ് ചെയ്തത് KPCC പ്രസിഡന്റ്. അതിനുശേഷമാണ് യോഗം വിളിക്കാൻ തീരുമാനിച്ചത്. യോഗം വിളിക്കുമെന്ന് KPCC പ്രസിഡന്റ് അറിയിക്കുകയും എല്ലാവർക്കും വിവരം കൈമാറുകയും ചെയ്തിരുന്നു. ജനറൽ സെക്രട്ടറിമാർക്ക് ആദ്യഘട്ടത്തിൽ വിവരം കൈമാറിയിരുന്നു. എന്നാൽ അപ്പോൾ തന്നെ മുകളിൽ നിന്ന് നിർദ്ദേശം വന്നു, യോഗം വിളിക്കേണ്ട, ഇലക്ഷൻ കൗണ്ടിങ് കഴിയട്ടെ, ഫലം വരട്ടെ, അതിനുശേഷം യോഗം വിളിക്കാം, അതുവരെ ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് അനങ്ങാതെ അവിടെ ഇരുന്നാൽ മതി എന്നായിരുന്നു AICC K സുധാകരൻ നൽകിയ തിട്ടൂരം. ആ ഘട്ടത്തിൽ K സുധാകരൻ അത് അംഗീകരിക്കുകയും യോഗം മാറ്റിവെക്കുകയും ചെയ്തു. കുറച്ച് കഴിയുമ്പോഴാണ് K സുധാകരനെ കാര്യങ്ങൾ പിടികിട്ടിയത്. KPCC അവലോകന യോഗത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആ യോഗത്തിൽ പറഞ്ഞ കാര്യം എല്ലാ സ്ഥാനാർത്ഥികളും പറഞ്ഞത്, ജയിക്കുന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയുമുള്ള ഭരണവിരുദ്ധ വികാരം അതാണ് വോട്ടായി മാറിയിട്ടുള്ളത് എന്ന്. സംഘടനാപരമായി എല്ലാ സ്ഥലങ്ങളിലും വൻ പരാജയമായിരുന്നു. കോൺഗ്രസ് സംഘടന പുനഃസംഘടനയോടുകൂടി തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. സംഘടനയെ ശക്തിപ്പെടുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് കോൺഗ്രസിന്റെ KPCCയുടെ അവലോകന യോഗം, 1ാം അവലോകന യോഗം അവസാനിച്ചത്. അതായിരുന്നു റിപ്പോർട്ട്. എന്ന് വെച്ചാൽ സംഘടന തകർത്തരിപ്പണായിരിക്കുന്നു. സ്ഥാനാർത്ഥികൾ ജയിക്കുന്നുണ്ടെങ്കിൽ സ്ഥാനാർത്ഥികളുടെ മികവ് കൊണ്ടായിരിക്കും, അതല്ലെങ്കിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വികാരമായിരിക്കും എന്ന്. അതൊരു അപകടകരമായ സൂചനയാണ് എന്ന് തിരിച്ചറിയാൻ K സുധാകരൻ വൈകി. തിരിച്ചറിഞ്ഞ ഉടനെ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു. എന്തുകൊണ്ടാണ്? അത് KPCCയുടെ തീരുമാനമായി അംഗീകരിക്കുകയും അതിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്താൽ സ്വാഭാവികമായും KPCC പ്രസിഡന്റിന്റെ സ്ഥാനം തെറിക്കും.
KPCC പ്രസിഡന്റിന്റെ ചുമതലയാണ് അടിസ്ഥാനപരമായി സംഘടനയെ ശക്തിപ്പെടുത്തുക എന്നത്. അവിടെ KPCC പ്രസിഡന്റ് പരാജയപ്പെട്ടു എന്ന് അവലോകന യോഗത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അത് വെച്ച് തനിക്കെതിരെ നീങ്ങും എന്ന് കണക്കാക്കിയാണ് ഇന്ന് DCC പ്രസിഡന്റുമാരുടെ യോഗം നടക്കുകയും ചെയ്തത്. എന്തൊക്കെയാണ് അവിടെ തീരുമാനിച്ചത്, ചർച്ച ചെയ്തത് പ്രധാനമായും കരുണാകരന്റെ സ്മാരക മന്ദിരം പണിയണം. അതിനുവേണ്ടി ഫണ്ട് പിരിക്കാൻ വേണ്ടി KPCC DCCക്ക് കോട്ട നിശ്ചയിച്ച് നൽകിയിരുന്നു. അത് എത്രമാത്രം മുന്നോട്ട് പോയി, അതിലെന്തെങ്കിലും നടപടികൾ ഉണ്ടായോ, പണം എത്രമാത്രം പിരിച്ചു എന്ന കണക്ക് ശേഖരിക്കുക എന്നതാണ് പ്രധാനമായും KPCC പ്രസിഡന്റ് K. സുധാകരൻ വിളിച്ച ഈ യോഗത്തിന്റെ ഒന്നാമത്തെ അജണ്ട. മറ്റൊന്ന്, KPCC അവലോകന യോഗത്തിൽ ഉയർന്നു വന്ന വിമർശനമുണ്ട്. സ്ഥാനാർത്ഥികൾ DCC പ്രസിഡന്റുമാർക്കെതിരെ ഉയർത്തിയ ആരോപണമുണ്ട്. ഏറ്റവും പ്രധാനമായും K. മുരളീധരൻ പറഞ്ഞത് DCC പ്രസിഡന്റ് എന്റെ കാലുവാരാൻ ശ്രമിച്ചു എന്നാണ്. അത്രമാത്രം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു സ്ഥാനാർത്ഥികൾ. അതുകൊണ്ടാണ് തീരുമാനിച്ചത്, ജയിക്കുന്നുണ്ടെങ്കിൽ അത് സ്ഥാനാർത്ഥിയുടെ മികവ്, കേന്ദ്ര സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം, അതുമാത്രമാണ് കാരണം, സംഘടന തകർത്തരിപ്പണമാണ് എന്ന്. അതുകൊണ്ട് സ്ഥാനാർത്ഥികൾ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് പരിശോധിക്കുക കൂടി ചെയ്യുക എന്നതാണ് ഈ യോഗത്തിന്റെ ഉദ്ദേശം. ആ യോഗത്തിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട കാര്യം, അതൊക്കെ തോറ്റുപോയാൽ പറയേണ്ട ന്യായങ്ങൾ ഇപ്പോഴേ പറയുന്നു എന്നേ ഉള്ളൂ. എല്ലാ ജില്ലകളിലും സംഘടന ശക്തമായി തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നാണ് DCC പ്രസിഡന്റുമാർ അറിയിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടായിരിക്കും KPCCയുടെ ഒന്നാം അവലോകന യോഗത്തിൽ സംഘടനയ്ക്കെതിരെ എഴുതി വെച്ച ആ തീരുമാനത്തിന് എതിരെ ഉപയോഗിക്കാൻ K. സുധാകരൻ ഉപയോഗിക്കുക. അതല്ലെങ്കിൽ KPCC പ്രസിഡന്റായ K. സുധാകരനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ എല്ലാ ഒരുക്കങ്ങളും എല്ലാം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അതിനെ തകർക്കാൻ K. സുധാകരൻ ഉപയോഗിക്കുക. അതാണ് ഇനി നടക്കാൻ പോകുന്നത്. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് K. സുധാകരനെ മാറ്റാനുള്ള തന്ത്രങ്ങൾ രൂപീകരിക്കും. അതിനെ മറികടക്കാനുള്ള മറുതന്ത്രങ്ങൾ K. സുധാകരൻ രൂപീകരിക്കും. അതാണ് ഇനി KPCC നടക്കാൻ പോകുന്നത്. ഇപ്പോഴേ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. മുന്നൊരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയ ശേഷം വോട്ടെടുപ്പിൻ്റെ ഫലം വന്നാൽ ആ മുന്നൊരുക്കങ്ങളുമായി രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായിരിക്കും കേരളത്തിൽ KPCCയിൽ ഉണ്ടാകുക. K. സുധാകരൻ താഴെ പോകുമോ നിൽക്കുമോ എന്നതാണ് അറിയാനുള്ളത്. അതല്ല, K. സുധാകരന്റെ സ്ഥാനം തെറിക്കുന്നതിന് സമാന്തരമായി പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ സ്ഥാനവും തെറിക്കുമോ എന്നതുകൂടി അറിയാനുണ്ട്. ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ. അതിനുശേഷം അറിയാം കോൺഗ്രസിൽ എന്ത് സംഭവിക്കുന്നുണ്ട് എന്ന്.